അരിപ്പൊടി വെച്ചിട്ട് വളരെ സിമ്പിളായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അതിന് ഞാൻ ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടിയും അതേ അളവിൽ തന്നെ 1 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. ആദ്യം ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ആ ചോറിട്ട് കൊടുത്തു. പിന്നീട് 1/2 കപ്പ് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഈ ചോറും തേങ്ങയും ഒന്ന് മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. അടിച്ച് ഒന്നും കൂടി അടിക്കണം, നന്നായി അടിക്കണം. അത് ഒന്നും കൂടി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലേ. നല്ലോണം ഇപ്പം നല്ലോണം അടിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് വേണമെങ്കിൽ ഇപ്പം തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പിന്നീട് നമുക്ക് ആ മുഴുവൻ അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കാൻ പാടില്ല. ഇങ്ങനെയായി. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. മറ്റേ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ബാക്കി കപ്പിൽ ബാക്കിയുള്ള പിന്നീട് അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കുറച്ച് എള്ളുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമില്ല. എള്ളും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത മാവാണിത്. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ആ പൊടി കൊണ്ട് 6 എണ്ണം പരത്തിയെടുത്തു. ഇനി നമുക്കൊരു ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഈ കട്ടിയിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്. നമുക്ക് ഓയിൽ ചൂടായ ശേഷം അതിലേക്കിട്ട് ചുട്ടെടുക്കാം. ഓയിൽ ചൂടായിരിക്കുന്നതിന് ചെറിയൊരു മാവിൻ്റെ ഒരു പീസിട്ട് കൊടുത്ത് ഓയിൽ ചൂടായിരിക്കുന്നു നമുക്കതിലേക്കിട്ട് ചുട്ടെടുക്കാം. പൊന്തി വരുന്നുണ്ട്. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിന് ഞാനിവിടെ വറുത്ത അരിപ്പൊടി എടുത്തത്. പക്ഷെ നമുക്ക് വറക്കാത്ത അരിപ്പൊടി എടുക്കാം. എൻ്റെ അടുത്ത് വറുത്ത അരിപ്പൊടി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ആ അരിപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. വറക്കാത്തതും എടുക്കാം. നമുക്കത് കോരിയെടുക്കാം. 2 സൈഡും വെന്തതിന് ശേഷം കുറച്ച് കട്ടിയിൽ പരത്തുന്ന സമയത്താണ് ഇങ്ങനെ ഇത് അത്ര നൈസാവാൻ പറ്റില്ല. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് അധികം എണ്ണയൊന്നും പത്തിരി കുടിക്കുന്നില്ല.
ഇത് നല്ല സോഫ്റ്റും ക്രിസ്പിയുമായിട്ടാണ് കഴിക്കുന്ന സമയത്ത്. ഇത് കറി ഇല്ലാതെയും കഴിക്കാൻ നല്ല രുചിയുണ്ട്. അരിപ്പൊടി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ എല്ലാ മാവും ചുട്ട് കഴിഞ്ഞു.